Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് സംഭവിച്ചു അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് അതേ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതിനായിട്ട് അവരുടെ ഭാഗത്തുനിന്നും അവരുടെ ബിഹേവിയേഴ്സിലൂടെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നോ കോൺടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആക്സസ് ചെയ്യാനുള്ള ഒരു മാർഗവും ഉണ്ടായിരിക്കില്ല. ബ്ലോക്ക് ആയിരിക്കാം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നുള്ള രീതിയിൽ അവരിൽ നിന്നും ഒരു അപ്രോച്ച് കാണുന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള നോ കോണ്ടാക്ട് ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ബ്ലോക്ക് ആണ്, ആക്സസ് ചെയ്യാനുള്ള ഒരു മാർഗവും ഇല്ല, പക്ഷേ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പല വ്യക്തികളോടായിട്ട് നമ്മളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഫീലിങ്സ് എന്താണ്, നമ്മൾ ഹാപ്പി ആണോ അല്ലയോ, അല്ലെങ്കിൽ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് അവർ ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ഒരു വ്യക്തിക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുന്ന രണ്ട് സൈനാണ് ഈ പറഞ്ഞത്. ഇനി ആ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരു സൈനാണ് ചെറുതായിട്ട് ഒരു ലൈറ്റ് ജെലസ് അവർ പ്രകടിപ്പിക്കും എന്നുള്ളത്. ഇത് സിറ്റുവേഷൻ വൈസ് ആണ്. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി എന്ന രീതിയിലൊക്കെ ഒരു കാര്യം പുറത്തു വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൂചനയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനോട് ഒരു ചെറിയ ജെലസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലല്ല, എന്നിരുന്നാലും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ജെലസ്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർ അമിതമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈൻ. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് വീണ്ടും തിരികെ കിട്ടില്ലേ എന്നുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. സോ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ അല്ല, അല്ലെങ്കിൽ ആക്ച്വലി കമ്മിറ്റഡ് ആണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പുറത്തു വരുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതറിയാനുള്ള ഒരു കൗതുകം വരുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. ആക്ച്വലി അവർക്ക് ആ ഒരു കാര്യം പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ്. അപ്പൊ മൂന്നാമത്തെ സൈൻ ഇതാണ്. നെക്സ്റ്റ് ഫോർത്ത് സൈൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കും, എന്തായാലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ റെസ്പോൺസിബിൾ ആയിക്കൊണ്ട് അവര് അതിന് സോറി പറയും, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈന്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് വീണ്ടും കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് അവരിങ്ങനെയുള്ള എഫേർട്ട് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മൂവ് ഓൺ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് അറിയാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിലവിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനോ, അല്ലെങ്കിൽ അത് നിങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളത് അവരറിയാനൊന്നും അവർ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള എഫേർട്ടുകൾ അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ റിലേഷൻഷിപ്പ് അവർക്ക് തിരികെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഫൈനലി ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈനാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അവർ അവൈലബിൾ ആകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നു എന്നുള്ളത്. ഒരു പക്ഷേ അവർക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ചെയ്തു തീർക്കാൻ, ബട്ട് സ്റ്റിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സ്വയം അലോ ചെയ്യാണ്, ഓക്കെ ഞാൻ അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളത് അവർ സ്വയം അറിഞ്ഞുകൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടി അവർ അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ. ആക്ച്വലി ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് എന്നതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ. ഇത്രയും സൈന് ഒരുമിച്ച് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് എന്നതിന്റെ ക്ലിയർ ആയിട്ടുള്ള സൈൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അവരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രയും ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.